ഒന്നാം ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ രോഗം മൂലം വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും അസുഖങ്ങളെല്ലാം എല്ലാവരും പരിപൂർണമായി വിട്ടുമാറുന്നതിനും അവർക്ക് പരിപൂർണ്ണ സുഖവും ആയുസും ആരോഗ്യം ലഭിക്കുന്നതിനു വേണ്ടിയും അവരുടെ ചികിത്സകളെല്ലാം ഫലപ്രദമായി തീരുന്നതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ നാമം ഉചിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരത്തെ ഭൂമിയിലുമാണമേ. കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ജപമാല കൂടി കഴിഞ്ഞപ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യണമായിരുന്നു, ഒരു ക്ലിനിക്കിലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ജോലിയിൽ നിന്ന് മീൻസ് പോകണ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സിസ്റ്റർ അറിയാം, സിസ്റ്റർ ജോസ്മീന. ഞങ്ങൾ ഒരുമിച്ച് ജപമാല റാലിക്ക് പോയ സമയത്ത് സിസ്റ്റർ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ജപമാല ചെയ്തിരുന്നത്. സിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞു എന്തായാലും നോക്ക് വേറെ ജോലി അങ്ങനെ നോക്കിയെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട്, കഴിഞ്ഞ ദിവസം വരുന്നതിന് മുമ്പായിട്ട് 2 ദിവസം ഞങ്ങൾ ഇന്റർവ്യൂ വെച്ചിട്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോൾ ലെറ്റർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സിസ്റ്ററോട് വന്ന് സിസ്റ്റർ പറഞ്ഞു അത് വെയിറ്റ് ചെയ്യും, സിസ്റ്റർ നോക്കുമ്പോൾ കാണുന്നത് നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ കിട്ടുന്ന രീതിയിലാണ്, കൺഫേം ആണ് പോണത്. ഞങ്ങളുടെ ഡയറക്ടറിന് കഴിഞ്ഞിട്ടുള്ള ഒരു VIP മിനിസ്റ്റർ എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് പോയെന്ന് വെച്ചു. പറഞ്ഞു ഇങ്ങനെ കുറച്ച് ലീവിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞ് ഇങ്ങോട്ട് ഓഫർ ചെയ്തു, ഞാൻ എത്ര സാലറി നിനക്ക് തന്നാലും നീ അവിടെ നിൽക്കും എന്ന് ചോദിച്ചു. ഞാനൊരു പാക്കേജ് പറഞ്ഞു. സാർ നോക്കിയിട്ട് പറയുന്നത് കൃത്യം 1 മണിക്കൂർ, ഞാൻ കൃപപ്രവർത്തനം 1 മണിക്കൂർ സാറെ വിളിച്ചിട്ട് ഫ്രണ്ട് ഓഫ് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പാക്കേജിൽ എനിക്ക് അവിടെ തന്നെ കിട്ടുകയും ചെയ്തു. ഇനി 3 ദിവസം പ്രൊബേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലോർ മാനേജർ എന്നുള്ളത് മാറി മാനേജറിന്റെ പോസ്റ്റിലേക്ക് മാറും എന്ന രീതിയിൽ കൂടി ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഇതെല്ലാം സിസ്റ്റർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സിസ്റ്റർ ഉറങ്ങാൻ നേരത്തെ കാണുന്നത് തന്നെയായിരുന്നു. വേറെ ജോലി, ആ ജോലിയിൽ തന്നെ ഒരു പ്രൊമോഷൻ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നു പറഞ്ഞു. എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഓഫർ വന്നിട്ടും അതിൽ പോകണ്ടെന്ന രീതി പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു പറയുന്നത് വന്ന് ചെല്ലി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ഥലത്ത് തന്നെ, പക്ഷെ ഞാൻ വർക്ക് ചെയ്ത 1 വർഷം വർക്ക് ചെയ്ത അവിടെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ജോലി തന്നെയായിരുന്നു. അവിടെ തന്നെ കുറച്ചും കൂടി പ്രൊമോഷൻ തന്നെ കിട്ടുകയും ചെയ്തു. ഇനി ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ഒരു 4 മാസത്തിനുള്ളിൽ. ഇത് മാത്രമല്ല അവർക്ക് പുറത്തും ക്ലിനിക്കൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ സോഫ്റ്റ്വെയറിനെ കുറച്ച് പഠിക്കാനായിട്ടൊക്കെ ഇപ്പൊ തുടങ്ങണേണ്. ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. 3 മാസത്തിനുള്ളിൽ സോഫ്റ്റ്വെയർ സ്കില്ല് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരിൽ ഞാനുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനത്തെ ഓഫർ കൂടി തന്നിട്ടുണ്ട്. പിന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അനിയന് പുറത്തേക്ക് ഒരാളെ നോക്കുന്നുണ്ട്. അവനും വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സഹോദരൻ ഇപ്പോൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയമങ്ങളും സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഇവരുടെ കുടുംബത്തിലുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നീക്കി ഇവരുടെ കുടുംബത്തിന് നല്ല സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും ഇവരുടെ വീടിന്റെ പണി എത്രയും വേഗം
തുടരുന്നതിന് വേണ്ടിയും അത് എത്രയും വേഗം പൂർത്തീകരിച്ച് അതിൽ കയറി താമസിക്കുന്നതിന് വേണ്ടുന്ന കൃപ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും ഇയാളുടെ അനിയന് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ഇവരുടെ അസുഖങ്ങളെല്ലാം ഇവരിൽ നിന്ന് പരിപൂർണമായി നീക്കി ഇവർക്ക് പരിപൂർണ്ണമായിട്ടുള്ള ശരീരസുഖവും ആയുസും ആരോഗ്യവും ലഭിക്കുന്നതിന് വേണ്ടിയും ജോലി ചെയ്യാനുള്ള ആയുരാരോഗ്യ സുഖം ലഭിക്കുന്നതിന് വേണ്ടിയും ഇപ്പോൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈ സഹോദരന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ കൃപാസനമായവരോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ രഹസ്യം, നമ്മുടെ കർത്താവ് യേശുമിശിഹ തന്റെ ഉയർപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും വിജയത്തോടും കൂടെ തന്റെ ദിവ്യത ശിഷ്യരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മോളോട്ടുണ്ട് ഇവന് പറഞ്ഞല്ലേ ഇവര് നന്നെ 5 ദിനം വിളിച്ചത് അതിന് പറഞ്ഞത് തന്നെ എന്ന് വിളിക്കോളൂ വെളുപ്പം എനിക്ക് കുഴപ്പമില്ലെന്ന്
കറക്റ്റ് ഹൃദയത്തിൽ തീർത്തിക്കണോ ഇതിലുണ്ടോ? അതിന്റെ മുകളിൽ കുരിശ് ഉണ്ടാകും കുരിശുണ്ടോടാ? തീയുടെ മുകളിൽ കുരിശ് ഉണ്ടാകും ആ ഹൃദയത്തിന്റെ മുകളിൽ തീ മാതിരി നിങ്ങളില്ലേ എന്നിട്ട് അതിനകത്ത് കുരിശ് ഉണ്ടാക്കണ ഹൃദയത്തിലുള്ള മാതിരി തിരുവിതാംകൂറിലാണ് മറ്റേ അമ്മയുടെ അല്ലേ? കുരിശുണ്ടല്ല. കുരിശുണ്ട്. കുരിശുണ്ട് അതിനകത്ത് എനിക്ക് തോന്നി കുരിശുണ്ടോ തിരുഹൃദയത്തിന്റെ ആണ് യേശുവേ സ്വസ്ത്രം യേശുവേ നന്ദി യേശുവേ സ്വസ്ത്രം യേശുവേ നന്ദി യേശുവേ സ്വസ്ത്രം യേശുവേ സ്വസ്ത്രം പോട്ടെ. വീഡിയോ ആണത് പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുന്ന വീഡിയോ കാണിട്ടോ പിന്നെ വീഡിയോ കാണിട്ടോ കുരിശന്റെ